ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അപത്രേഷു നിത്യം ഭാഗവത സേവയാ ഭവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരകൃഷ്ണ, ഇന്ന് നമ്മൾ വായിക്കേണ്ടതായി ഇരുന്ന ശ്ലോകം സ്കന്ധം 1 അധ്യായം 4 ശ്രീ നാരദ ആഗമനം, ശ്ലോകം നമ്പർ 4 ആയിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കത്. തസ്യ പുത്രോ മഹായോഗി സമദൃഗ്നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢമൂഢ ഇവേയതേ. തസ്യ പുത്രോ മഹായോഗി സമദൃക് നിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. ശ്ലോകത്തിന്റെ വാക്കുകളുടെ അർത്ഥം: തസ്യ അദ്ദേഹത്തിന്റെ പുത്രൻ മഹായോഗി ഒരു ശ്രേഷ്ഠ ഭക്തൻ, സമദൃക്കായ നിർവികൽപക പരമ അദ്വൈതവാദി, ഏകാന്തമതി അദ്വൈതത്തിൽ അടിയുറച്ച അഥവാ മാനസിക ഐക്യം, പുണ്യദ്ര അജ്ഞതയെ അധകരിച്ച, ഗൂഢനിഗൂഢമായ മൂഢമായ ഇവ അതുപോലെയുള്ള ഇതേ അതുപോലെ കാണപ്പെടുന്ന. വിവർത്തനവും ഭാവാർത്ഥവും ശ്രീല പ്രഭുപാദജിക്ക് ജയ്. അദ്വൈതത്തിൽ സദാ ഏകാഗ്രചിത്തനായ സമദ്രിക് അദ്വൈതവാദിയായ വ്യാസദേവന്റെ പുത്രൻ മഹാഭക്തനാകുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അതീന്ദ്രിയനാണ് അദ്ദേഹം. എന്നാൽ അനാച്ഛാദനം ചെയ്യപ്പെടാത്തതിനാൽ അദ്ദേഹം അജ്ഞനായ ഒരുവനെ പോലെ കാണപ്പെട്ടു. ഭാവാർത്ഥം: ശ്രീല സുഖദേവ ഗോസ്വാമി മുക്താത്മാവാകുന്നു. ആകയാൽ മായാശക്തിയുടെ ഗണയിൽ അകപ്പെടാതിരിക്കാൻ അദ്ദേഹം സദാ ജാഗരൂകനാണ്. ഭഗവത്ഗീതയിൽ ഈ ജാഗ്രതാവസ്ഥയെ സുഗ്രഹമായ രീതിയിൽ വിശദമാക്കിയിരിക്കുന്നു. മുക്താത്മാവിനും ബദ്ധാത്മാവിനും വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണുള്ളത്. ബദ്ധാത്മാക്കളുടെ സ്വപ്നമാകുന്ന ആത്മീയ പ്രാപ്തിക്കുതകുന്ന പുരോഗമന പാതയിൽ മുക്താത്മാക്കൾ സദാ നിരതരായിരിക്കുന്നു. മുക്താത്മാക്കളുടെ യഥാർത്ഥ കർമ്മങ്ങളെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും ബദ്ധാത്മാക്കൾക്ക് സാധ്യമല്ല. ആത്മീയ കർമ്മങ്ങളെക്കുറിച്ച് ബദ്ധാത്മാക്കൾ അപ്രകാരം സ്വപ്നം കാണുമ്പോൾ മുക്താത്മാക്കൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു. അതേപോലെ ബദ്ധാത്മാക്കളുടെ പ്രവൃത്തികൾ മുക്താത്മാക്കൾക്ക് വെറും ഒരു സ്വപ്നം പോലെ അനുഭവപ്പെടുന്നു. ബദ്ധാത്മാവും മുക്താത്മാവും അഭിവ്യക്തമായി ഒരേ തലത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ വ്യത്യസ്തമായി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നു. മാത്രമല്ല, അവരുടെ ശ്രദ്ധ ഒന്നുകിൽ ഇന്ദ്രിയ സംതൃപ്തിയിൽ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ സദാ ജാഗരൂകമായിരിക്കുന്നു. ബദ്ധാത്മാവ് ഭൗതിക പദാർത്ഥത്തിൽ നിമഗ്നനായിരിക്കുന്നു. അതേസമയം മുക്താത്മാവ് ഭൗതിക വിഷയത്തിൽ തികച്ചും ഉദാസീനനായിരിക്കുന്നു. ഈ വരിസത താഴെ വിശദമാക്കും വിധമാകുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയാമെന്ന് പറയുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സുഖദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീദൂർദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്യതാൻ സ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. പഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ആനന്ദസാഗർ പ്രഭുവിന് ഏതോ അസൗകര്യം ഉണ്ടായ കാരണത്താൽ ഇല്ല, നടത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഐശ്വര്യമാതായിയൊക്കെ ടൂറിലാണ്, അഹോബലം പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, അത്രേ ഉള്ളു. കാരണം മുൻവിധി ഇല്ലാതെടുത്താൽ ശരിയാവില്ലല്ലോ. ഹരേ കൃഷ്ണ. എങ്കിലും നോക്കാം. വിവർത്തനത്തിൽ പറയുന്നത് അദ്വൈതത്തിൽ സദാ ഏകാഗ്രചിത്തനായ സമദൃക് അദ്വൈതവാദിയായ വ്യാസദേവന്റെ പുത്രൻ മഹാഭക്തനാകുന്നു. വ്യാസദേവനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ആരായിരുന്നു വ്യാസദേവൻ? അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി, അതായത് സാധാരണക്കാരന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒന്ന് ആവർത്തിക്കാൻ ഞാൻ. പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും മകനായിരുന്ന വ്യാസദേവൻ, അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ അവതാരം തന്നെ ആയിരുന്നു. നമ്മുടെ ജനങ്ങൾക്ക്, ഭൂലോകത്തിലുള്ള ജനങ്ങൾക്ക് കലിയുഗത്തിൽ നിന്നും, കലിയുഗത്തിന്റെ ആ പ്രഭാവത്തിൽ നിന്നും എങ്ങനെ മുക്തരാകാം എന്നുള്ളതിന് വേണ്ടി അദ്ദേഹം വളരെ കാലം പരിശ്രമിച്ചതിന് ശേഷം അതിനുള്ള മാർഗം കണ്ടെത്തി. അങ്ങനെ വേദങ്ങൾ, പണ്ടുണ്ടായിരുന്ന വേദങ്ങളെ സംഗ്രഹിച്ച് 4ആയിട്ട് മനസ്സിലാക്കുന്ന, ജനങ്ങൾക്ക് സാധാരണക്കാരനും കൂടെ മനസ്സിലാവുന്ന വിധത്തിൽ 4 വേദങ്ങളാക്കി. അതുപോലെ തന്നെ ആ വേദം കൊണ്ട് തൃപ്തി പ്രാപിച്ചിട്ട് അദ്ദേഹം അതിൻ്റെ വേദസൂത്രങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം അതിലും തൃപ്തി വരാഞ്ഞിട്ട് പിന്നെ മഹാഭാരതം, അതായത് നമ്മുടെ സ്ത്രീജനങ്ങൾക്കും അതുപോലെ തന്നെ ശൂദ്രർക്കും, പണ്ടത്തെ കാലത്ത് ഈ ശൂദ്രരും സ്ത്രീകളെയൊക്കെ ബുദ്ധിയില്ലാത്തവരായിട്ടും അതുപോലെ തന്നെ കൂടുതൽ സംസ്കാരമില്ലാത്തവരായിട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ടൊക്കെ ആയിരുന്നു അന്ന് ഗ്രഹിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരുടെ ജീവിത രീതി അന്നിങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അപ്പൊ അവർക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടി സരളമായിട്ടൊരു ഗ്രന്ഥം രചിച്ചു. അതാണ് മഹാഭാരതം. മഹാഭാരതത്തില് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്, എല്ലാ വേദങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് സംതൃപ്തി ഉണ്ടായില്ല. കാര്യം ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞെങ്കിലേ സംതൃപ്തി വരികയുള്ളൂ. അത് യഥാർത്ഥമായിട്ട് ചെയ്യേണ്ടത് അന്നത്തെ കാലത്ത് നമ്മുടെ ഭഗവാന്റെ കാര്യങ്ങളെ വർണ്ണിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലെങ്കിൽ കലികാലത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെടണം. ആ ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളതൊന്നും തന്നെ അന്ന് ഇല്ല എന്നാണ് പറയുന്നത് മഹാഭാരതത്തിൽ. അപ്പം വിശദമായിട്ട് ഭഗവാന്റെ കാര്യങ്ങള്, ധർമാർത്ഥ കാമവംശങ്ങളെ പറ്റിയാണ് അതിനകത്ത് കൂടുതലും വിവരിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ പുരുഷാർത്ഥങ്ങളാണ്. അപ്പൊ അതുപോരാ, അത് നമ്മുടെ ഭഗവാന്റെ ഭക്തി മാർഗത്തിൽ കൂടെ മാത്രമേ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റൂ. അപ്പൊ അങ്ങനെ ഭക്തി മാർഗത്തിൽ കൂടെ ഭഗവാന്റെ വിവരണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാകൂ എന്ന് നാരദ മഹർഷി വ്യാസദേവനെ ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് ഗുരുശിഷ്യ ബന്ധം. അങ്ങനെ യഥാർത്ഥ ഗുരുവിന്റെ കർത്തവ്യമാണ് ശിഷ്യൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് നിർവർത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നാരദ മഹർഷി അവിടെ എത്തുന്നു. ഇദ്ദേഹത്തിന് വ്യാസദേവന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ഭാഗവതം സൃഷ്ടിക്കുന്നു, ഭാഗവതം രചിക്കുന്നു. അപ്പൊ ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അപ്പൊ എല്ലാ ധർമ്മവ്യവസ്ഥകളെയും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും ഭൂമിയുടെ ഭാരം അവസാനിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ടായിരുന്നു ഭഗവാനോട് ആദരിച്ചിരുന്നത്. പക്ഷെ അതൊക്കെ ഏതാണ്ട് സംതൃപ്തിയായി, അതൊക്കെ ഒരുമാതിരി ശരിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാനുള്ള സമയമായി. ആ സമയത്താണ് നമ്മുടെ വ്യാസമഹർഷി ഈ ഭാഗവതം അവതരിപ്പിക്കുന്നതും ഭാഗവതോടെ പ്രചരണത്തിൽ ആകുന്നതും. അപ്പൊ അങ്ങനെ അത്രയ്ക്ക് വിശുദ്ധനായ ശ്രേഷ്ഠനായ ഒരു മഹർഷി ആയിരുന്നു വ്യാസദേവൻ.
കൂടാതെ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിലുള്ള കൗരവരും പാണ്ഡവരുടെയും അവരുടെ ആ നിലനിൽപ്പിന് തന്നെ പാത്രീഭൂതനായത് ഈ വ്യാസദേവ മഹർഷിയാണ്. അവിടെ വെച്ച് ഒരു സമയത്ത് അവരുടെ വംശം വംശം നശിച്ചു വീഴുകയായിരുന്നു. അപ്പൊ അങ്ങനെ വ്യാസദേവനാൽ അത് ഉത്ഭുതനാക്കപ്പെട്ടു. രണ്ടാമതും അതിന്റെ കഥകളൊക്കെ എല്ലാവരും പറയുന്നു, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല. അങ്ങനെ ആ വ്യാസദേവൻ വളരെ ഭഗവാന്റെ അവതാരം തന്നെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൃപയാലാണ് നമുക്ക് ഈ ഭാഗവതം കിട്ടിയതും. ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്ന ഈ നമ്മുടെ ശ്ലോകത്തിൽ പറയുന്നത് വ്യാസദേവന്റെ കാര്യമല്ല, വ്യാസദേവന്റെ മകനെ പറ്റിയാണ് പറയുന്നത്. അതായത് ശുകദേവ മഹർഷി. ശുകദേവ മഹർഷിയുടെ ജന്മത്തെ പറ്റിയും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അധീനനാണ് അദ്ദേഹം. എന്നാൽ അനാച്ഛാദനം ചെയ്യപ്പെടാത്തതിനാൽ അദ്ദേഹം അജ്ഞനായ ഒരുവനെ പോലെ കാണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മത്തെ പറ്റിയും അദ്ദേഹം എവിടെ നിന്ന് വന്നതെന്നും വ്യാസദേവന്റെ പുത്രനായിട്ട് എങ്ങനെ ജനിച്ചു എന്നുള്ളതും ഒക്കെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലും പഠിച്ചിട്ടുള്ളത്. വ്യാസദേവന്റെ പുത്രനായിട്ട് ജനിച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കാതെ നേരെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ വ്യാസദേവൻ വളരെ പ്രയാസപ്പെട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നതും. വ്യാസദേവൻ അദ്ദേഹത്തിന് ഈ ഭാഗവതം പഠിപ്പിക്കുന്നതും. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുക്താത്മാവായിരുന്നു. സാധാരണ ആത്മാക്കൾ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് ബദ്ധാത്മാക്കളും മറ്റേ മുക്താത്മാക്കളും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഭഗവത്ഗീതയിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബദ്ധാത്മാക്കൾ എങ്ങനെയായിരിക്കും, മുക്താത്മാവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹം മുക്താത്മാവായിട്ട് വ്യാസദേവന്റെ പത്നി വാടികയുടെ ഗർഭാശയത്തിൽ തന്നെ 16 വർഷം കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം പ്രായപൂർത്തിയായി ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് സത്യം ചെയ്ത് നിനക്ക് ഭൗതികമായിട്ട് യാതൊരു കാര്യങ്ങളും അദ്ദേഹത്തിൽ ഏൽക്കയില്ലെന്ന്, ഭൗതികതയിൽ നിന്ന് മുക്തനായി ആയിരിക്കും, അതായത് മായയിൽ നിന്നും മുക്തനായി തീരുമെന്ന് സത്യം ചെയ്തതിന് ശേഷമാണ്, അതിലെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് ഈ ശുകദേവ മഹർഷി വെളിയിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വെളിയിൽ വന്ന സമയത്ത് തന്നെ അദ്ദേഹം അവിടെ നിൽക്കുന്നില്ല. വ്യാസദേവൻ പുറകെ പോകുന്നു അദ്ദേഹത്തിനെ വിളിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു നിവൃത്തിയില്ല, നേരെ നടന്നുകൊണ്ടേയിരുന്നു. പോയി അദ്ദേഹം വളരെ വളരെ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി. അങ്ങനെ നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലൊക്കെ പോയി അവിടെ ചെന്ന സാധാരണ ഒരു നമുക്കറിയാം മുക്താത്മാവ്, അതായത് ആത്മാരാമൻ ആ രീതിയിലാണ് അദ്ദേഹം. ആത്മാരാമനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഭഗവത്ഗീതയിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു മുക്താത്മാവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് സുഖമോ ദുഃഖമോ അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഒരു താല്പര്യമില്ലായിരിക്കും. അയാൾക്ക് ആ ലോകത്തിലുള്ള എല്ലാ ജീവികളെയും ഭഗവാനായിട്ട് കണക്കാക്കിയ വ്യക്തിയാണ്. ഭഗവാനായിട്ട് കണക്കാക്കുക, അതായത് എല്ലാം ഈ കാണുന്ന സകലതും ഭഗവാൻ തന്നെയാണ് എന്നുള്ളൊരു ചിന്തയിൽ കൂടി നടക്കുന്നത്. അപ്പൊ അവിടെ സ്ത്രീ പുരുഷ ഭേദമില്ല, മരങ്ങളോ മൃഗങ്ങളോ എന്ന ഭേദമില്ല, വനമോ പട്ടണമോ എന്നുള്ള ഭേദമില്ല, സുഖമോ ദുഃഖമോ എന്നുള്ളവരില്ല. ആരെങ്കിലും ചീത്ത വിളിച്ചാൽ തന്നെ അദ്ദേഹം അതിനെപ്പറ്റി പ്രസിദ്ധീകരിക്കാതില്ല. അങ്ങനെ യാതൊരു ബാഹ്യമായിട്ടും ബന്ധമില്ലാത്ത രീതിയിൽ നടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ മുക്താത്മാവല്ല ഈ ശുകദേവ മഹർഷിയെ പറ്റി മാതിരിയുള്ള വ്യക്തികൾ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ശുകദേവ മഹർഷി അങ്ങനെ കറങ്ങി ഡൽഹിയിൽ പോയി അവിടെ ചെന്നിട്ട് ഈ സാധാരണ വ്യക്തികളെ മനസ്സിലാക്കുന്നത് അവരുടെ പ്രവർത്തനത്തിൽ കൂടെയാണല്ലോ. അപ്പൊ അങ്ങനെ ഈ മൂകനും ബധിരനുമായിട്ടുള്ള വ്യക്തി മാതിരിയാണ് അദ്ദേഹം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ആരൊക്കെ കൂടി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും ഉതിർന്നു വന്ന ആ ഭാഷണങ്ങൾ കേട്ടിട്ടാണ് അദ്ദേഹത്തെ പറ്റി അവിടെ എല്ലാവരും മനസ്സിലാക്കുന്നത്. ആരായിരുന്നു ഇദ്ദേഹം, എത്ര വിശുദ്ധനാണ്, എത്ര ശുദ്ധ ആണ് എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ മനസ്സിലാക്കി പിന്നീട് നമ്മുടെ വ്യാസദേവൻ ആളുകളെ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ കൂടെ പോകുന്നുണ്ട് ആൾക്കാർ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് വളരെ സൗമ്യനായിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വ്യാസദേവന്റെ അടുത്ത് കൊണ്ടുവന്ന്
പഠിപ്പിക്കുകയാണെല്ലാം. ഈ ഭാഗവതം, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഭാഗവതം പറ്റി ശുകദേവ മഹർഷിക്ക് നല്ല വിധത്തിൽ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് രാജസദസ്സിലേക്ക് എത്തുന്നത്. അത് ആരുടെ പരീക്ഷിത് മഹാരാജന്റെ രാജസദസ്സിലെത്തുകയും അവിടെ അദ്ദേഹത്തെ ഇതിനെപ്പറ്റി വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്രയ്ക്ക് ആ ആളിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാം അവർക്ക് ഒരു പ്രത്യേകത കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണത്വം കിട്ടുന്നതിന് ഒരു പ്രത്യേകിച്ച് ചടങ്ങുണ്ട്. അതൊന്നും ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ലായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷെ അതൊക്കെ സാധാരണക്കാർക്കുള്ള ക്രിയകളാണ്. ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യേഷൻ കിട്ടുമ്പം ഒരു മാറ്റം വരുന്ന മാതിരി പേരൊക്കെ മാറത്തില്ല. അതേമാതിരി ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവരായാലും അവർക്ക് ദ്വിജത്വം കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പിന്നെ അടുത്ത ഭാവാർത്ഥത്തിൽ പറയുന്നത് ശീല സുഖദേവ ഗോസ്വാമി മുക്താത്മാവാകുന്നു. മുക്താത്മാവിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. മുക്താത്മാവ് എങ്ങനെ ആയിരിക്കണം? ആകയാൽ മായാശക്തിയുടെ കെണിയിൽ അകപ്പെടാതിരിക്കുന്ന അദ്ദേഹം സദാ ജാഗരൂകനാണ്. ഈശ്വരഭക്തനും മുക്താത്മാവാണെങ്കിൽ തന്നെ മായ കടന്നു പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എങ്കിലും അദ്ദേഹം മായയിൽ നിന്നും മുക്തനാവുന്നതിന് വേണ്ടി ഏതവസരത്തും അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടേ ഇരുന്നു എന്നാണ് പറയുന്നത്. ഭഗവത്ഗീതയിൽ ഈ ജാഗ്രതാവസ്ഥയെ സുഗ്രഹമായ രീതിയിൽ വിശദമാക്കിയിരിക്കുന്നു. മുക്താത്മാവിനും ബദ്ധാത്മാവിനും വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണുള്ളത്. മുക്താത്മാവും, അതായത് ബദ്ധാത്മാവുകളാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തിലുള്ളത്. മുക്താത്മാവുകൾ ഭഗവാന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ വസതി, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത്, അദ്ദേഹത്തിന്റെ ആ ഗോലോക വൃന്ദാവനത്തിലാണ് ഭഗവാന്റെ സ്ഥിരതാമസം. അപ്പൊ അവിടെ മുക്താത്മാക്കളെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പിന്നെ ഭഗവാൻ ഭൂമിയിൽ എപ്പോൾ അവതരിക്കണമെന്ന് വിചാരിക്കുന്നു ആ സമയത്തൊക്കെ മുക്താത്മാക്കളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാർശ്വന്മാരെയും ഒക്കെ കൂട്ടിയാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അങ്ങനെ ചില മുക്താത്മാക്കളെ ചില അവസരങ്ങളിൽ ആവശ്യങ്ങൾക്കായി വേണ്ടി ഭഗവാൻ തന്നെ ഈ ഭൗതിക ലോകത്തിലോട്ട് ഇറക്കി വിടാറുണ്ട്. അപ്പൊ അങ്ങനെ മുക്താത്മാക്കൾക്ക് പ്രത്യേകിച്ച് ജോലികളുണ്ട്. ബദ്ധാത്മാക്കൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ബദ്ധാത്മാവിന്റെ പണി എന്ന് പറഞ്ഞാൽ അവർക്ക് ഈശ്വരനെ ചിന്തയില്ല. ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഭൗതിക ലോകത്തില് നമ്മുടെ ലക്ഷ്യം തന്നെ അതാണല്ലോ. സുഖസൗകര്യങ്ങൾ, ആത്മീയമായ സുഖസൗകര്യം ഇവിടെ കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏതോ ഒരു സുഖസൗകര്യം, അത് മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും സുഖസൗകര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. മനുഷ്യനായാലും ശരി, ഏതൊരു ജീവിയായാലും ശരി, സുഖസൗകര്യങ്ങൾ അവരുടെ ആ ആത്മാവിന്റെ ചിന്ത അനുസരിച്ച് ആയിരിക്കും സുഖസൗകര്യങ്ങളെ പറ്റി വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ദേവേന്ദ്രൻ ഇവിടെ വന്ന് പന്നി രൂപത്തിൽ വന്നായിരുന്നു. അപ്പോൾ ആ ദേവേന്ദ്രൻ തിരിച്ചു വരാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ആ പന്നി രൂപത്തിൽ നടക്കുന്ന ആ സുഖം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ വിധത്തിലാണ് സുഖസൗകര്യങ്ങൾ. നമ്മളൊക്കെ പുസ്തകം മഹാഭാരതം, ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ പഠിക്കുമ്പോൾ നമ്മളൊരു സന്തോഷം കാണാറുണ്ട്. ചിലർക്ക് അതൊന്നും വായിക്കുന്നതായിരിക്കത്തില്ല. മണ്ടയൻ കഥകൾ, അതായത് ലൗകികമായിട്ടുള്ള കഥകളൊക്കെ വായിക്കുന്നില്ലായിരിക്കും സുഖസൗകര്യം. അപ്പൊ ഓരോരുത്തരുടെയും സുഖസൗകര്യം അവന്റെ ശരീര പ്രകൃതിയും മാനസികമായിട്ടുള്ള അവസ്ഥയനുസരിച്ചാണ് സുഖം ഇതിലാണ് മനസ്സിലാക്കുന്നത്. ബദ്ധാത്മാക്കൾ മിക്കവാറും സുഖസൗകര്യം, ആഡംബര ജീവിതം, അല്ലെങ്കിൽ വിശേഷപ്പെട്ട കാര്യങ്ങളൊക്കെ കാണുക, ശ്രദ്ധിക്കുക, ധനം കൂട്ടുക, ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക, ചില പട്ടികളെ വളർത്തുക, കുതിരകളെ വളർത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. പട്ടികളെ വളർത്തുക, അത് എന്തെങ്കിലും അതിനും ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ചിന്തയനുസരിച്ച് പോകുമ്പോൾ നമ്മുടെ മായ നമ്മളെ പിടിച്ച കാരണത്താൽ ഭഗവാന്റെ അടുത്തോട്ട് എത്താതെ പോകും. പിന്നെ അത് അശ്രദ്ധയായി പോരും. ഭരതമഹാരാജാവിന്റെ കഥ, അദ്ദേഹം പിന്നീട് ജഡഭരതനായിട്ട് വരുന്നതും ആ ജഡഭരതാവസ്ഥയിലാണ് ഇപ്പോഴും നമ്മുടെ സുധഗോസ്വാമിയൊക്കെ ഉള്ളത്. ആയിരുന്നു ജനിച്ച സമയത്ത്. അപ്പൊ അതാണ് ബുദ്ധാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. ബദ്ധന്മാർ എപ്പോഴും ബദ്ധതയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ബാധ്യത, പല നമ്മുടെ ശാരീരികമായുള്ള ബാധ്യത, അങ്ങനെ സുഖസൗകര്യങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, വലിയ വലിയ ഭൗതികമായിട്ടുള്ള ചിന്തകൾ, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ബദ്ധാത്മാക്കൾക്കുള്ള കാര്യങ്ങൾ. പക്ഷേ മുക്താത്മാക്കൾ എപ്പോഴും ഭഗവാന്റെ കാര്യവും ജനക്ഷേമകരമായ കാര്യങ്ങളും
ഇതൊക്കെ ആയിരിക്കും അവർക്ക് ചിന്തയുള്ളത്. ലോകാസമസ്ത സുഖിനോ ഭവന്തി എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ ബദ്ധാത്മാരെ സംബന്ധിച്ചാണ്, അവരുടെ ചുമതലയാണ് ഇതൊക്കെ നോക്കുന്നുള്ളത്. അപ്പൊ അടുത്ത വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളാണുള്ളത്. ബദ്ധാത്മാക്കളുടെ സ്വപ്നമാകുന്ന ആത്മീയ പ്രാപ്തി ഉതകുന്ന പുരോഗമന പാതയിൽ മുക്താത്മാക്കൾ സദാ നിരതരായിരിക്കും. അപ്പൊ ആത്മീയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മുക്താത്മാക്കൾ ഏത് സമയത്തും അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. മുക്താത്മാക്കളെ പറ്റി പറയുന്ന ശിവദാ ഗോസ്വാമി മുക്താത്മാവായിരുന്നു എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ശ്ലോകങ്ങളൊക്കെ ശുഭദേവ ഗോസ്വാമിയെ പോലുള്ള വ്യക്തികളൊക്കെ വീഡിയോ കൃഷ്ണ, ശബ്ദം കേട്ടാൽ മതിയല്ലോ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു, പ്രഭു കേൾക്കുന്നുണ്ട്, പ്രഭു കേൾക്കുന്നുണ്ട്. ദയവായി കണ്ടിന്യൂ ചെയ്താലും പ്രഭുജി. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി എവിടെ ഇപ്പൊ? സ്വപ്നം ബദ്ധാത്മകളെ കാര്യം പറയുന്ന ബദ്ധാത്മകളെ എപ്പോഴും നമ്മുടെ ജീവിതമൊക്കെ ഉറങ്ങി തീർക്കാന്നുള്ള ബദ്ധാത്മകൾ പകുതി സമയം ഉറങ്ങി അങ്ങ് തീരുമല്ലോ. ഒരു 24 മണിക്കൂറുള്ളതിൽ 12 മണിക്കൂർ ഉറക്കം തന്നെ. പിന്നെ 12 മണിക്കൂർ ഉള്ളതിൽ അത് മറ്റുള്ളവരുടെ പ്രവൃത്തി ശ്രദ്ധിക്കുക. നമ്മളെങ്ങനെ ആയിത്തീരുന്ന അസൂയയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ എന്തൊക്കെയാണ്. അതുപോലെ നമ്മുടെ ജീവിതം അത് തന്നെയാണ്. അപ്പൊ ഒരു 100 വയസ്സിന്റെ ജീവിതം ഉള്ള ഒരു വ്യക്തി ആ ബദ്ധാത്മാവാണെങ്കിൽ അവന്റെ 50 വർഷവും ഉറങ്ങിത്തീരും. ബാക്കിയുള്ള 50 വർഷത്തിലെ ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ജീവിക്കാൻ ബാക്കി സമയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ പോലുള്ളവരാണെങ്കിൽ വളരെ പ്രായമായതിനു ശേഷമാണ് ഈ ഭക്തിമാർഗത്തിലോട്ട് തിരിയുന്നത്. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? എൻ്റെ ശിക്ഷാഗുരുവൊക്കെ പറയുന്നതാണ് 64-100 പ്രാവശ്യം നാമം ജപിക്കണം എന്നെങ്കിൽ ശരിക്കും ഒരു ഭക്തന്റെ ലെവലിൽ എത്താൻ പറ്റുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പ്രായമായിട്ടെത്തുമ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും നടത്താൻ സാധിക്കത്തില്ല. ബദ്ധാത്മാക്കൾ ഒരുപാട് ഉള്ള കുഴപ്പം ഇതൊക്കെയാണ്. ലാസ്റ്റിൽ ഒരു 60, 70, 80 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ശബ്ദമില്ലാതാകും. തൊണ്ട ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് സംസാരിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് കഫം കയറി തടയും. അപ്പൊ പിന്നെ നോക്കി ഭഗവാനെ ചിന്തിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറുപ്പകാലത്ത് തന്നെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടണം, ഭക്തിമാർഗത്തിലോട്ട് തിരിയണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ബദ്ധാത്മാവും മുക്താത്മാവും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. മുക്താത്മാവ് എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ലോകത്തിലുള്ള ജനങ്ങളുടെ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും, ചിന്തിച്ചുകൊണ്ടിരിക്കും, അവരുടെ ക്ഷേമത്തിനായി. മുക്താത്മാക്കളെ നമ്മൾ നൈമിശാരണ്യത്തിൽ കണ്ടില്ലേ? അവരെല്ലാം മുക്താത്മാക്കളായിരുന്നു. അവരെല്ലാം കൂടിയിരുന്നിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യവും അവർ നടത്തിക്കൊണ്ടിരുന്ന കാര്യം ഇത് തന്നെയായിരുന്നു. ലോകരുടെ ക്ഷേമത്തിനുള്ള പ്രവർത്തനങ്ങൾ. അന്ന് നൈമിശാരണ്യത്തിൽ അവർ കൂടിയതിൻ്റെയും കാര്യം ഇതായിരുന്നു. ഈ കലിയുഗത്തിൽ ജനിച്ചു വളരുന്ന മനുഷ്യരുടെ ബദ്ധാത്മാക്കളെ ഭൗതിക ലോകത്തിൽ വരുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമാണ് അവരോട് കൂടിയത്. ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ ഈ കലിയുഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, അവരെ കൂടെ ഒക്കെ മുക്താത്മാവായി എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാം എന്നുള്ള രീതിയിൽ അവർ ഒരു എത്രയോ വർഷം, 5000 വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് അന്നത്തെ ആ ജനങ്ങൾ. അതായത് മുക്താത്മാക്കളായിട്ടുള്ളവർ കൂടി, അതായത് നമ്മുടെ വ്യാസദേവനും അതുപോലെ തന്നെ സുഖദേവനും അതുപോലെ തന്നെ ശൗനക മഹർഷി, അങ്ങനെ ഒരുപാട്, അതായത് 60-നും 87-നും ഇടയ്ക്കുള്ള ജനസംഖ്യയാണ് അവിടെ കൂടി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒക്കെ നമ്മുടെ ക്ഷേമാർത്ഥം അന്നത്തെ മനുഷ്യർ അന്നേ ചിന്തിച്ചിരിക്കുന്നു. ഈ കലിയുഗത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ അല്പായുസുക്കളായ ഈ കലിയുഗ ജീവികളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള കാര്യം അന്ന് മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതാണ്
മുക്താത്മാക്കളുടെ ചുമതല. ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. ആത്മീയ സൗകര്യങ്ങൾ, ആത്മീയ സുഖത്തെ പറ്റി അവർ ചിന്തിക്കാതെ, ഭഗവാന്റെ മുഖത്തോട്ട് നോക്കാതെ, ഭഗവാനെ ശ്രദ്ധിക്കാതെ നടന്നുകൊണ്ടിരിക്കും ബദ്ധാത്മാക്കളൊക്കെ. നീചമായ പ്രവർത്തികൾ, മൃഗങ്ങളെ കൊല്ലുക, മനുഷ്യനെ കൊല്ലുക. നമുക്കറിയാമല്ലോ, മനുഷ്യനെ അവരെ ഇന്ന് നിഷ്കരണം വെട്ടിത്തൂക്കി അവിടെ ഇടയിലാണ്. അപ്പൊ അതേമാതിരി ഇന്നത്തെ ലോകത്തെ ഉണ്ടാകുന്ന അന്നത്തെ കാലത്ത് സംശയിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനുള്ള നിവൃത്തിക്ക് വേണ്ടിയാണ് നൈമിഷാരണ്യത്തിൽ അവരൊക്കെ കൂടിയതും നമ്മളെ പോലുള്ളവരെ ബദ്ധാതയിൽ നിന്നും മുക്തതയിലേക്ക് മാറ്റാൻ വേണ്ടി അവർ ഉപദേശിച്ചു തന്നതും ഭാഗവതവും ഒക്കെ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എങ്കിലും നമുക്കാർക്കും ഇതിന് സമയമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത ബദ്ധാത്മാക്കളുടെ സ്വപ്നമാകുന്ന ആത്മീയ പ്രാപ്തിക്ക് ഉതകുന്ന പുരോഗമന പാതയിൽ മുക്താത്മാക്കൾ സദാ നിരതരായിരിക്കുന്നു. മുക്താത്മാക്കളുടെ യഥാർത്ഥ കർമ്മങ്ങളെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും ബദ്ധാത്മാക്കൾക്ക് സാധ്യമല്ല. മനസ്സിലായല്ലോ? ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുക്താത്മാക്കളുടെ യഥാർത്ഥ കർമ്മങ്ങളെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും ബദ്ധാത്മാക്കൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അവര് ഈ മുക്താത്മാവ് മാതിരി ആയിത്തീരണമെന്നൊരു വിചാരം പോലും ഇന്നത്തെ കലിയുഗത്തെ മനുഷ്യർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ലോകരുടെ ക്ഷേമത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന മുക്താത്മാക്കൾ. അതേസമയത്ത് ഇന്ന് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ബദ്ധാത്മാക്കൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനാണ് ഇവിടെ ദേവേന്ദ്രന്റെ ഒരു കഥ പറഞ്ഞത്. അത് തന്നെയാണ് വ്യക്തികളുടെ മാത്രം താല്പര്യം. അത് ഓരോ വ്യക്തിയും അവനവനെ സുഖിക്കണം. അതായത് അപ്പൊ അവർക്ക് മറ്റുള്ളവരെ പറ്റി യാതൊരു ചിന്തയില്ല. അപ്പം അതാണ് ഈ ബദ്ധാത്മാക്കളുടെ പ്രത്യേകത. ആത്മീയ കർമ്മങ്ങളെ കുറിച്ച് ബദ്ധാത്മാക്കൾ അപ്രകാരം സ്വപ്നം കാണുമ്പോൾ മുക്താത്മാക്കൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. നമ്മളെ ഭഗവത്ഗീതയിലും പഠിച്ചിട്ടുണ്ട് ഒരു ശ്ലോകമുണ്ട് ഇതുമാതിരി. ശ്ലോകമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെയുള്ള ബദ്ധാത്മാക്കൾ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ മുക്താത്മാക്കള് അത് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുള്ള അർത്ഥത്തിൽ ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകമൊന്നും ഇന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയൊന്നുമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. അതേപോലെ ബദ്ധാത്മാക്കളുടെ പ്രവർത്തികൾ മുക്താത്മാക്കൾ വെറും ഒരു സ്വപ്നം പോലെ അനുഭവപ്പെടുന്നു. ബദ്ധാത്മാവ് മുക്താത്മാവ് അഭിവ്യക്തമായി ഒരേ തലത്തിലാണെങ്കിലും ഒരേ തലത്തിലാണ് ആത്മാക്കളാണ് ഇത് രണ്ടും. എല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് ബദ്ധാത്മാക്കളും മുക്താത്മാക്കളും. അതുപോലെ തന്നെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതാണ്. പരമാത്മാവും ബദ്ധാത്മാവും മുക്താത്മാവും എല്ലാം ഒരു വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിലും അതിൽ തമ്മിൽ വ്യത്യാസം ഇതാണ് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് ആത്മാവാണ്, പരമാത്മാവാണ്. ഈ ആത്മാക്കളിലൊക്കെ പരമാത്മാവ്, എല്ലാ ആത്മാക്കളിലും വസിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാവ് ഭഗവാൻ. അത് കഴിഞ്ഞ് മുക്താത്മാക്കളെന്ന് ഭഗവാന്റെ സന്തോഷകാരികളായിരിക്കുന്നത് മുക്താത്മാക്കള്. മറ്റുള്ളവര് ബദ്ധാത്മാവ് എന്ന് പറയുന്ന സാധാരണ ആത്മാക്കൾ. അവർക്ക് എന്താണ് പ്രവൃത്തി എന്നുള്ളത് ശരിക്കും ബോധമില്ലാത്തവര്. ഭഗവാൻ ആരാണ്, ഭഗവാനായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ് എന്നൊക്കെയുള്ള ചിന്തയുള്ളവരാണ് എന്ന് ഈ ഭഗവാനെ പറ്റി യാതൊന്നും തന്നെ ചിന്തിക്കാത്തവരാണ് ആത്മാക്കൾ. എന്നാൽ എല്ലാവരും ആത്മാക്കൾ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഓരോരോ ആത്മാക്കളും ഭഗവാൻ, എല്ലാ ജീവജാലങ്ങളും കുടികൊള്ളുന്ന ഭഗവാനും അതുപോലെ മുക്തരായിട്ടുള്ള എല്ലാ ആത്മാക്കൾ തന്നെയാണ്. പക്ഷെ അതുകൊണ്ടാണ് എല്ലാം ഒരുമാതിരിയാണെന്ന് പറയുന്നു. പക്ഷേ തമ്മിൽ വ്യത്യാസം. ഭഗവാന് നമ്മുടെ ഓരോ ആത്മാവിനും നമ്മളെപ്പറ്റി ആ ആത്മാവ് എവിടെ വസിക്കുന്നു ആ ശരീരത്തെ മറ്റു മാത്രമേ ചിന്തയുള്ളൂ, അല്ലെ അതിനെപ്പറ്റി ജ്ഞാനമുള്ളൂ. അതേസമയത്ത് മുക്താത്മാക്കൾക്ക് അവർക്കും അങ്ങനെയുള്ള പ്രത്യേക ആത്മാവിനെ പറ്റി ചിന്തയില്ല. എല്ലാം ആത്മാവ് തന്നെയാണെന്നുള്ള രീതിയിലാണ് എന്തെങ്കിലും നടക്കുന്നത്. ഭഗവാന്റെ മൃഗങ്ങളുടെ ആത്മാവായാലും ശരി, മനുഷ്യരുടെ ആത്മാവായാലും ശരി, വൃക്ഷത്തിന്റെ ആത്മാവായാലും എല്ലാം ഒരേമാതിരി ഭഗവാന്റെ ആത്മാവ് തന്നെയാണെന്ന് അവർ എല്ലാം പരമാത്മാവ് രൂപത്തിൽ അവർ കാണുന്നു. അതേസമയത്ത് പരമാത്മാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സകല ചരാചരങ്ങളുടെയും വിവരങ്ങൾ അറിയാൻ സാധിക്കും. ആ എല്ലാ വ്യക്തികളുടെയും ഓരോ ചലനങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അദ്ദേഹം എല്ലാവരെയും ചിന്തിച്ചുകൊണ്ട് തന്നെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ഏതെങ്കിലും ബദ്ധാത്മാക്കൾ അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് തിരിയുകയോ അദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെടുമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്താൽ തന്നെ ഭഗവാൻ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യും. അങ്ങനെ ഈ ബദ്ധാത്മാക്കൾക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്.
ആ കൂട്ടത്തിൽ ഭഗവാന്റെ ഒരു ചിന്ത ഈ ബദ്ധാത്മാവിനുണ്ടായാൽ അദ്ദേഹം ആ ബദ്ധാത്മാവും മുക്താത്മാ രൂപത്തിലേക്ക് മാറും. അതാണ് അവിടെ ഒരു പ്രത്യേകത കാണുന്നത്. ആത്മാക്കളെല്ലാം ഒരേ വിധത്തിലാണെങ്കിലും ഓരോരുത്തരുടെയും പ്രത്യേകം ഈ 3 വിധത്തിലുള്ള പരമാത്മാവിന്റെയും ബദ്ധാത്മാവിന്റെയും ആത്മാക്കളുടെയും പ്രവൃത്തിയും ഒക്കെ പല വിധത്തിലാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, എന്നാൽ അതിൽ വ്യത്യാസമുണ്ട്. പോലെ അനുഭവപ്പെടുന്നത് ബദ്ധാത്മാ മുക്താത്മാഭി വ്യക്തമായി ഒരേ തലത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ വ്യത്യസ്തമായി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്നു. മാത്രമല്ല അവരുടെ ശ്രദ്ധ ഒന്നുകിൽ ഇന്ദ്രിയ സംതൃപ്തിയിൽ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ സദാ ജാഗരൂകരായിരിക്കുന്നു. അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞ കാര്യം. അത് തന്നെയാണ്. ബദ്ധാത്മാക്കൾ ആത്മീയതയിൽ ചിന്തിക്കുന്നില്ല, മുക്താത്മാക്കൾ ആത്മീയതയിൽ ചിന്തിക്കുക. ആത്മീയത ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പറ്റി ചിന്തിക്കുക. അതാണ് ആത്മീയത. ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാനെ പറ്റി മനസ്സിലാക്കുക. ഭഗവാനെ നമുക്ക് പ്രേമം ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മുക്താത്മാക്കൾ. ബദ്ധാത്മാക്കൾ അതിന് അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല, ഇങ്ങനെ അലിഞ്ഞു നടക്കുക. അപ്പൊ അതിന് മാറ്റം വരണമെങ്കിൽ ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം. ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭക്തി മാർഗത്തിലോട്ട് എങ്ങനെ പോകാം? ഭക്തിയുത ഭഗവത് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ഭക്തിയുത ഭഗവത് സേവനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുക്താത്മാവായിട്ട് വരാൻ പറ്റൂ. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതാണ് മാർഗം. ബദ്ധാത്മാവ് ഭൗതിക പദാർത്ഥങ്ങൾ നിമഗ്നനായിരിക്കുന്നു, അതേസമയം മുക്താത്മാവ് ഭൗതിക വിഷയത്തിൽ തികച്ചും ഉദാസീനനായിരിക്കുന്നു. ഈ വിരസത താഴെ വിശദമാക്കും വിധമാകുന്നു. അടുത്ത ശ്ലോകത്തിലോട്ട് പറയാം എന്നാണ് പറയുന്നത് വിശദം ഇതിനെപ്പറ്റി. അപ്പം ബദ്ധാത്മാവ് എപ്പോഴും ഭൗതികതയിൽ ചിന്തിക്കുന്നു, മുക്താത്മാക്കൾ എപ്പോഴും ആത്മീയ വിഷയത്തിൽ ചിന്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തെ പറ്റി ഇന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുകളുണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എനിക്കറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇത് ശ്രദ്ധിച്ച കൂട്ടത്തിൽ ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വരാനിപ്പോവില്ല. പ്രഭു പ്രണാമം. ആത്മാവിനെ കുറിച്ച് വിഷ്ണുപ്രിയ മാതാജി. മാതാജി പറ, എന്തെങ്കിലും ഒന്ന് പറ. അല്ല, പ്രഭു പറഞ്ഞ പോലെ ബദ്ധാത്മാവിനെ കുറിച്ച് പ്രഭു വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. നമ്മൾ ഈ ബദ്ധാത്മാക്കളെ കുറിച്ചിട്ടേ നമ്മളെ പോലെ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പം നിർത്താം. മാതാജി കേൾക്കുന്നുണ്ടോ? കഥാമൃത പ്രഭു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ബ്രോ. നിർത്താം ബ്രോ, മീറ്റിംഗ് നിർത്താം. ഹരേ കൃഷ്ണ. എന്തോ? മീറ്റിംഗ് നിർത്താം ബ്രോ. നിർത്താം. ഹരേ കൃഷ്ണ.